എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സൂര്യഗോചരഫലമാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്ന ടെക്സ്റ്റ് ഫലദീപികയാണ്. ഫലദീപികയിലെ ഗോചരഫല പ്രകരണം 26-ാം അധ്യായമാണ്. അപ്പോൾ ഇതിൻ്റെ അത് കണ്ടോ, സൂര്യൻ 3, 6, 10, 11 ഭാവങ്ങളിൽ, അതായത് നമ്മുടെ നക്ഷത്രത്തിൻ്റെ ആട്ടോ, അല്ലാതെ ലഗ്നത്തിൻ്റെ അല്ല, ആ ഭാവങ്ങളിൽ നിൽക്കുകയും വേദസ്ഥാനം, അതായത് 9, 12, 4, 5 ഈ ഭാവങ്ങളിൽ ശനി ഒഴിച്ചുള്ള ഏതെങ്കിലും ഗ്രഹങ്ങൾ നിന്നാൽ ശുഭഫലം ഉണ്ടാവുകയില്ല എന്നതാണ് നിയമം. 9, 12, 4, 5 ഭാവങ്ങളിൽ ശനി നിന്നാൽ മാത്രമേ ഗുണമുണ്ടാവുകയുള്ളൂ. ഒന്നുകൂടെ തെളിച്ച് പറയാം. അതായത് 3-ാം ഭാവത്തിൽ ആദിത്യൻ നിൽക്കുമ്പോൾ ആ 9-ാം ഭാവത്തിൽ ശനി ഉണ്ടെങ്കിൽ മാത്രമേ ശുഭഫലങ്ങൾ കിട്ടുകയുള്ളൂ. ഇനിയും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. അത് പെയ്ഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ചോദിച്ചാൽ അയച്ചു തരാം. അപ്പോൾ നമുക്കതിൻ്റെ പ്രമാണം ഇതാണ്. ഫലദീപികയിലെ പേജ് നമ്പർ 448 പ്രമാണം. അതിൻ്റെ മലയാളത്തിലുള്ള നമുക്ക് നോക്കാം. സൂര്യൻ ജന്മത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നക്ഷത്രം, ചന്ദ്രലഗ്നം എന്ന ജന്മം എന്നൊക്കെ പറയുന്നത് നക്ഷത്ര രാശിയെക്കുറിച്ചാണ്, അല്ലെ കൂറ് എന്നൊക്കെ അതിന് പറയും. സൂര്യൻ ജന്മത്തിൽ നിന്നാൽ പ്രയാസവും വിഭവനാശവും കോപവർദ്ധനയും രോഗവും വഴി നടക്കുന്നത് മൂലമുണ്ടാകുന്ന ദുഃഖവുമാണ് ഫലം. അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ ഇപ്പം ഉദാഹരണം ചോതി നക്ഷത്രമാണ് എൻ്റേത്. അപ്പോൾ എൻ്റെ കൂറ് തുലാക്കൂറാണ്. അപ്പോൾ തുലാൻ രാശിയിൽ നീചത്തിലാട്ടോ സൂര്യൻ വരുന്നത്. അന്നേരം ഫലത്തിന് കുറേ കൂടെ വ്യത്യാസം ഉണ്ടാകും, കുറച്ചുകൂടെ ദുഷിച്ച ഫലങ്ങൾ കൂടും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പ്രയാസമേറും, വിഭവനാശമുണ്ടാകും, നമ്മുടെ സ്വത്തുക്കളൊക്കെ നശിക്കുകയും, എപ്പോഴും തൊട്ടേനും പിടിച്ചൊക്കെ ദേഷ്യമായിരിക്കും. അതുപോലെ തന്നെ രോഗമുണ്ടാകും, വഴി നടക്കുന്നത് മൂലമുണ്ടാകുന്ന ദുഃഖവും, അത് ഒന്നെങ്കിൽ നടപ്പ് വഴിയാകാം, ഇനി അതുമല്ലെങ്കിൽ നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമുക്ക് വണ്ടി സ്റ്റാർട്ടാകാതെ വരിക ഇത്യാദികളൊക്കെ വന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരവസ്ഥ. വളരെ ലളിതമായി ചിന്തിച്ചാൽ അതുവരെ ഉണ്ടാകും എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു മാസത്തെ ഫലമായിട്ട് ഇതൊക്കെ. ഇനി അടുത്തതായിട്ട് സൂര്യൻ 2-ാം ഭാവത്തിൽ നിന്ന ചിത്തഭ്രംശം, വഞ്ചന കൊണ്ട് അസ്വസ്ഥത, ഇതൊക്കെയാണ് ഫലം. അപ്പോൾ 1ഉം 2ഉം ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ദോഷഫലങ്ങളാണ്. അതായത് നമ്മളെ ആരെങ്കിലും വഞ്ചിക്കാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. 3-ാം ഭാവത്തിൽ നിൽക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ 3-ാം ഭാവത്തിൽ നിന്നാൽ ഗ്രഹലാഭവും സ്ഥാനപ്രാപ്തിയും ധനം, സന്തോഷം, അലങ്കാരം ഇവയുടെയൊക്കെ ലാഭവും ശത്രുനാശവും ഒക്കെ ആയിരിക്കും ഫലം. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, അതായത് 3-ാം ഭാവത്തിൽ ആദിത്യൻ വരുമ്പോൾ 9-ലായിരിക്കണം ശനി, എങ്കിലേ ആ ഫലം ഫലിക്കുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് 3-ാം ഭാവത്തിൽ കഴിഞ്ഞു. ഇനി 4-ാം ഭാവത്തിൽ നോക്കാം. 4-ാം ഭാവത്തിൽ ആദിത്യൻ നിന്നാൽ രോഗവും സ്ത്രീ സുഖാദികൾക്ക് രോഗഹേതുവായ തടസ്സവുമാണ് ഫലം. ഇനി 5-ാമത്തേൻ്റെ പ്രമാണം ഇതാണ്. അതിലെ മലയാളത്തിലുള്ള ചിന്തിച്ചാൽ 5-ാം ഭാവത്തിൽ ആദിത്യൻ നിന്നാൽ ചിത്തക്ഷോഭവും രോഗവും മോഹാലസ്യവും മുതലായവയും ഫലം. 6-ാം ഭാവത്തിൽ നിന്നാൽ രോഗനാശം, ശത്രുനാശം, ശോക മോഹ നിർവൃത്തിയും ഫലം. അപ്പോൾ ദുഃഖങ്ങളൊക്കെ മാറും. 3, 6 നല്ല ഭാവമെന്ന് പറഞ്ഞു. അപ്പോൾ 3-ാം ഭാവത്തിൽ ആദിത്യൻ നിന്നാൽ 12-ൽ ശനി ഉണ്ടാകണം എന്ന് സാരം. മറ്റേത് ഗ്രഹം നിന്നാലും അത് ഗുണം ചെയ്യില്ല. ഇനി 6-ാം ഭാവത്തിൽ നിന്നാൽ രോഗനാശവും ശത്രുനാശവും, അത് നമ്മൾ വായിച്ചല്ലോ അല്ലേ. 7-ാം ഭാവത്തിൽ നിന്നാൽ ദേഹാധ്വാനവും വയറ്റുവേദനയും വർദ്ധിച്ച ദീനവും അത് കാരണമായിട്ടുള്ള രോഗവും രക്തസ്രാവവും മുതലായവയും ഫലമാണ്. അതായത് ഈ പീരിയഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ അത് ദുരിതമാകും എന്ന് വേണേൽ നമുക്ക് ചിന്തിക്കാം. ഇനി അതെല്ലാം ആശുപത്രി അഡ്മിറ്റഡൊക്കെ ആണെങ്കിലും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. 8-ാം ഭാവത്തിൽ നിന്നാൽ ഭയവും കലഹവും രാജഭയവും ദുഃഖമൊക്കെ ആയിരിക്കും. രാജഭയം എന്ന് പറഞ്ഞാൽ കേസും കൂട്ടമൊക്കെ കേട്ടോ. കലഹം, വീട്ടിൽ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ വഴക്കുണ്ടാക്കുക ഇത്യാദികളൊക്കെ അവിടെ പറയാം. ഇനി ദിനേശൻ തപസ്യസ്ഥനായിരിക്കുമ്പോൾ എന്ന് പറയുന്നത് 9
ആദിത്യൻ 9-ാം ഭാവത്തിൽ നിന്നാൽ ആപത്തും ദീനതയും വിരഹവും അത്യധികമായ മനോമാന്ദ്യവും. 10-ാം ഭാവത്തിൽ നിന്നാൽ കർമ്മസിദ്ധി, സ്ഥാനമാനാദികളും വിഭവങ്ങളും ഫലം. അപ്പോൾ അവിടെ 10ൽ നിൽക്കുമ്പോൾ 4 ശനി വേണം എന്ന് സാരം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് 11-ാം ഭാവത്തിൽ നിന്നാൽ 10ാമിടത്ത് പറഞ്ഞ ഫലത്തിന് പുറമെ രോഗനാശവും, അതായത് 10ഉം 11ഉം ആദ്യത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ശനി 4ലും 5ലും വേണമെന്ന് സാരം. അത് കഴിഞ്ഞിട്ട് രോഗനാശവും. 12 നിന്നാൽ കഷ്ടപ്പാടുകളും വിത്തനാശവും ബന്ധുക്കളുമായി വിരോധവും ജ്വരരോഗവും ഫലമാകുന്നു. അപ്പോൾ ഇങ്ങനെ ശുഭഫലങ്ങൾ പറഞ്ഞു കൊടുത്ത് തീർച്ചയായിട്ടും അതിന് വേദം സംഭവിച്ചാൽ മറ്റുള്ള ഗ്രഹങ്ങൾ നിന്നാൽ ഈ ഫലത്തെ മുറിച്ച് കളയും എന്നാണ് സാരം. നമസ്തേ.